നമസ്കാരം. മൈമിൻറ്റർ പി എസ് സി ആപ്പിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിയമനങ്ങളാണ്, അപ്പോയിൻമെൻറ്റ്സ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. പി എസ് സി പരീക്ഷകൾക്കായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് നിയമനങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷകൾ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത മാസം മുതൽ, മെയ് മുതൽ പരീക്ഷകൾ ആരംഭിക്കാൻ പോവാണ്. അടുത്ത പ്രധാനപ്പെട്ട പരീക്ഷകൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ആ പരീക്ഷകൾക്കെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് മേഖലയാണ് നിയമനങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കേന്ദ്ര തലത്തിലെ, ദേശീയ തലത്തിലെ നിയമനങ്ങളാണ്. 2024 അതേപോലെ 2025 ഈ ഏപ്രിൽ വരെ പല പദവികളിലും പുതിയ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് പഠിക്കണം, മുഴുവനായിട്ട് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും പിന്നെ പ്രധാനപ്പെട്ട മറ്റ് പദവികൾ, പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചില പദവികളുണ്ട്, അതെല്ലാം തന്നെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മൈമിൻറ്റർ PSC ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ പോയിന്റ്, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആയി നിയമിതനായത്. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDAI അല്ലേ? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്താണ്? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. 2016 ആധാർ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ആയ അതോറിറ്റിയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? ഭുവനേഷ് കുമാറാണ് നിയമിതനായത്. 2025 ജനുവരി 1 നിയമിതനായത് കേട്ടോ. അപ്പോൾ ഭുവനേഷ് കുമാറാണ്. ക്രിക്കറ്റ് താരം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഭുവനേശ്വർ കുമാർ നിങ്ങൾക്ക് അറിയാമോ? ഭുവനേശ്വർ കുമാറിന് അറിയാവുന്നവർ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഭുവനേശ്വർ കുമാർ ആധാറിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് താരം ഭുവനേശ്വർ കുമാറിനെ അറിയാവുന്നവർ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 2025 ജനുവരി 14 നാഷണൽ ടർമറിക് ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? ടർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞളല്ലേ, ദേശീയ മഞ്ഞൾ ബോർഡ്. നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായത് പല്ലേ ഗംഗാറെഡ്ഡിയാണ്. നാഷണൽ ടർമറിക് ബോർഡിൻ്റെ, ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായത്. അപ്പോൾ നമുക്കറിയാം നാഷണൽ ടർമറിക് ബോർഡ് ഈ ഇടയായിട്ട് എന്താണ്, നിലവിൽ വന്നതാണ് അല്ലേ? 2025 ജനുവരിയിൽ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തതാണ് നാഷണൽ ടർമറിക് ബോർഡ്. നമുക്കിവിടെ മറ്റൊരു പോയിന്റ് കൂടെ കിട്ടിയില്ലേ? നമ്മുടെ നിലവിലെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലാണ് കേട്ടോ. നിലവിലെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീയൂഷ് ഗോയലാണ്. അപ്പോൾ പീയൂഷ് ഗോയലാണ് നാഷണൽ ടർമറിക് ബോർഡ് ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് ചെയ്തത്? 2025 ജനുവരിയിൽ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയർ ഫാക്ട് കൂടിയാണ് ഈ നാഷണൽ ടർമറിക് ബോർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലങ്കാനയിലാണ്, തെലങ്കാനയിലെ നിസാമാബാദിലാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ എത്ര പോയിന്റ്സ് നമുക്കിവിടെ കിട്ടിയല്ലേ? ഒന്ന്, നാഷണൽ ടർമറിക് ബോർഡ് എന്താണെന്ന് മനസ്സിലായി. നാഷണൽ ടർമറിക് ബോർഡ് ഉദ്ഘാടനം ചെയ്തത് പീയൂഷ് ഗോയലാണ്, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി. 2025 ജനുവരിയിലാണ്. അതിന്റെ നിലവിലെ ചെയർമാൻ, അതിന്റെ ആദ്യ ചെയർമാനും നിലവിലെ ചെയർമാനും ആരാണ്? പല്ലേ ഗംഗാറെഡ്ഡിയാണ്. ഓക്കെ, അപ്പൊ ടർമറിക് എന്ന് വെച്ചാൽ മഞ്ഞൾ. അപ്പൊ മഞ്ഞൾ വെച്ച് പല്ല് തേച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മഞ്ഞൾ വെച്ച് പല്ല് തേച്ചു, പല്ലേ ഗംഗാറെഡ്ഡി. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നൊരു പോസ്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് അല്ലേ CAG എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട, നമ്മുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഓഡിറ്ററാണ് അല്ലേ, ഏറ്റവും മുഖ്യ ഓഡിറ്ററാണ്. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. 2024 നവംബർ 21 ചുമതലയേറ്റു കേട്ടോ. അപ്പോൾ CAG ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം CGA എന്ന് പറയുന്ന ഒരു പദവി കൂടി ഉണ്ടല്ലേ, CGA എന്ന് പറഞ്ഞാൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്നാണ് കേട്ടോ. ഈ CGAയുടെ C എന്ന് പറഞ്ഞാൽ കൺട്രോളറാണ്. ഇവിടെയോ കംട്രോളറാണ്. അപ്പോൾ ഇത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CGA എന്ന് പറഞ്ഞാൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂഷൻ വരരുത്. ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. നിലവിലെ CGA SS ദൂബെയാണ് നിലവിലെ ഇന്ത്യയുടെ CGA, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് SS ദൂബെയാണ്. ഓക്കെ, അപ്പോൾ മാറിപ്പോകരുത്. CAG ആണ് ഞാൻ പറഞ്ഞത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിലവിലെ ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്, K. സഞ്ജയ് മൂർത്തി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആണ്.
ഇന്ത്യയിലെ ആദ്യ വനിതാ ലോ സെക്രട്ടറി, ഇന്ത്യയിലെ ആദ്യ വനിതാ ലോ സെക്രട്ടറി കണ്ടോ, ആദ്യ വനിതാ ലോ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഫാക്റ്റാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോ സെക്രട്ടറിയായി 2025 മാർച്ചിൽ, കഴിഞ്ഞ മാസം 2025 മാർച്ചിൽ ആരെയാണ് നിയമിച്ചത്? അഞ്ജു രതി റാണയാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കുക. അഞ്ജു രതി റാണയാണ് ഇന്ത്യയിലെ ആദ്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ ലോ സെക്രട്ടറി. ആദ്യ വനിതാ ലോ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. 2025 മാർച്ചിലാണ് ചുമതലയേറ്റത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിലെല്ലാം സ്ഥിരമായിട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റത് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 2024 നവംബർ 11 സ്ഥാനമേറ്റത്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 2024 നവംബർ 11 കഴിഞ്ഞ വർഷം നവംബർ 11 ചുമതലയേറ്റത്. ഇവിടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇദ്ദേഹം അടുത്ത മാസം മെയ് 13 റിട്ടയർ ചെയ്യും, വിരമിക്കും. അടുത്ത മാസം 13-ാം തീയതി വിരമിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. മെയ് 13 ഇദ്ദേഹം വിരമിക്കും. അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട്, അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ബി ആർ ഗവായിയെ ശുപാർശ ചെയ്തിട്ടുണ്ട് കേട്ടോ, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനി അംഗീകരിക്കണം. അപ്പോൾ അങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്, നമ്മുടെ നിയമ മന്ത്രാലയം അംഗീകരിക്കണം. അപ്പം അദ്ദേഹമായിരിക്കും നവംബർ 14 ചുമതലയേൽക്കും. നവംബർ 14 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ളത് ബി ആർ ഗവായിയാണ്. അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, നമ്മുടെ മൈമൺ ആപ്പിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെയ് 13 ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കും. അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആരാണ്? ബി ആർ ഗവായിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹം 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലേ, ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗ്യാനേഷ് കുമാർ തന്നെയാണ്. 2025 ഫെബ്രുവരി 19 ചുമതലയേറ്റു. 2025 ഫെബ്രുവരി 19 ചുമതലയേറ്റു. ഓക്കെ, ഇവിടെ ഒരു ഫാക്റ്റും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട്, 2023 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് പ്രകാരം നടന്ന ആദ്യ നിയമനമാണ് ആരുടേത്? ഗ്യാനേഷ് കുമാറിൻ്റേത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. അദ്ദേഹം നിയമിതനായത് 2023 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് പ്രകാരമാണ്. ഈ ആക്ട് പ്രകാരം നിയമിതനാകുന്ന ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. അപ്പോൾ ആ ഒരു ഫാക്റ്റും കൂടെ പഠിച്ചു വെച്ചിരിക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ശക്തികാന്ത ദാസ് ആണ് അല്ലേ? ശക്തികാന്ത ദാസ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അപ്പോൾ ശക്തികാന്ത ദാസ് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു. RBIയുടെ ഗവർണറായിരുന്നു അല്ലേ, RBIയുടെ മുൻ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായി. 2025 ഫെബ്രുവരി 22 നിയമിതനായത്. 2025 ഫെബ്രുവരി 22 നിയമിതനായത്. അങ്ങനെയാണെങ്കിൽ 1ാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? PK മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ 1ാം പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 ആരാണ്? PK മിശ്രയാണ്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. പ്രിൻസിപ്പൽ സെക്രട്ടറി 1 PK മിശ്ര, ശക്തികാന്ത ദാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2, 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിയമിതനായത്. അടുത്തത് ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ഓക്കെ, നോട്ട് ചെയ്തേക്കാം.
അടുത്തത് 2025 ഫെബ്രുവരി 20 ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖാ ഗുപ്ത. BJPയുടെ രേഖാ ഗുപ്തയാണ് 2020. അത് വാർത്തകളിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വനിതാ മുഖ്യമന്ത്രിയാണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ. 2025 ഫെബ്രുവരി 20 ആണ് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. ആരാണ്? രേഖാ ഗുപ്ത. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി SVP-NPA. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അമിത് ഗാർഗാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് അമിത് ഗാർഗാണ്. അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDT. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDTയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രവി അഗർവാൾ ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് രവി അഗർവാൾ ആണ്. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, RBIയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ 26ാമത്തെ ഗവർണറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ ഗവർണർ എന്ന് ചോദിച്ചാലും സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ സഞ്ജയ് മൽഹോത്ര, RBIയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അദ്ദേഹം 2024 ഡിസംബർ 11 ചുമതലയേറ്റു. ഓക്കെ, അപ്പോൾ RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. M. രാജേശ്വര റാവു, സ്വാമിനാഥൻ ജാനകിരാമൻ, T. രവിശങ്കർ, പൂനം ഗുപ്ത. ഇതിനകത്ത് ഈ പൂനം ഗുപ്ത ഏപ്രിൽ 1 ഈ മാസം 1 തീയതിയാണ്, ഏപ്രിൽ 1 ജോയിൻ ചെയ്തത്. നേരത്തെ MD പത്രയായിരുന്നു, ഇപ്പോൾ പൂനം ഗുപ്തയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെപ്യൂട്ടി ഗവർണേഴ്സിൻ്റെ എടുത്തിട്ടത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കുക, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ഫാക്റ്റുകളും ആളുകളുടെ പേരും ഇങ്ങനെ കോഡ് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പല രീതിയിൽ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാമെങ്കിൽ പോലും നിങ്ങൾ 1-2 തവണ ഇത് ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് 2-3 തവണ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പരീക്ഷ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വായിച്ച ഓർമ്മ കറക്റ്റായിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. അങ്ങനെയാണെങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R. വെങ്കിട്ടരമണി. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവ് ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R. വെങ്കിട്ടരമണി. അപ്പോൾ അറ്റോർണി ജനറലിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് സോളിസിറ്റർ ജനറൽ. നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R. വെങ്കിട്ടരമണി. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസറാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R. വെങ്കിട്ടരമണി. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന, അറ്റോർണി ജനറലിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് സോളിസിറ്റർ ജനറൽ. അതാരാണ്? തുഷാർ മേത്തയാണ് കേട്ടോ. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പദവിയാണ് സെബിയുടെ ചെയർമാൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി അല്ലേ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ. 11ാമത്തെ ചെയർമാനാണ് കേട്ടോ. സെബിയുടെ 11ാമത്തെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. 2025 മാർച്ച് 1 അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റത്. അത് കഴിഞ്ഞ മാസമാണ്, മാർച്ച് 1 തീയതിയാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് ചുമതലയേറ്റത്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. 11ാമത്തെ ചെയർമാനാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? സുഭാസിസ് ചൗധരിയാണ് BSEയുടെ നിലവിലെ ചെയർമാൻ. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പറയണേ, ഇപ്പോൾ സെബി പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പദവികളും കൂടെ പറയുകയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയുടെ ചെയർമാൻ സുഭാസിസ് ചൗധരിയാണ്. BSEയുടെ MD ആൻഡ് CEO ആരാണ്? സുന്ദരരാമൻ രാമമൂർത്തിയാണ് BSEയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ MD ആൻഡ് CEO. ചെയർമാൻ സുഭാസിസ് ചൗധരി, MD ആൻഡ് CEO സുന്ദരരാമൻ രാമമൂർത്തി. അടുത്ത നാഷണൽ
നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, നമുക്കറിയാം BSE NSE അറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. NSEയുടെ നിലവിലെ MD ആൻഡ് CEO ആശിഷ് കുമാർ ചൗഹാൻ ആണ് കേട്ടോ. ഇപ്പോൾ NSEയുടെ ചെയർമാൻ എവിടെയും ചോദിക്കും. NSEക്ക് ചെയർമാൻ എന്നൊരു പദവിയിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഇപ്പോൾ ഇല്ല, ഒരു പൊസിഷൻ ഇപ്പോൾ ഇല്ല. ചെയർമാനായിട്ടും ആശിഷ് കുമാർ ചൗഹാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിലവിലെ മേധാവി അല്ലെങ്കിൽ മേധാവിയായിട്ട് ചുമതല ഏറ്റെടുത്തത് ആരാണ്? ഫയസ് അഹമ്മദ് കിദ്വായി ആണ്. നിലവിലെ DGCA മേധാവി ആരാണ്? ഫയസ് അഹമ്മദ് കിദ്വായി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് അല്ലേ DGCA എന്ന് പറയുന്നത്. അപ്പോൾ DGCAയുടെ നിലവിലെ മേധാവി ഫയസ് അഹമ്മദ് കിദ്വായി ആണ് കേട്ടോ. 2025 ജനുവരിയിലാണ് അദ്ദേഹം നിയമിതരായത്. ഓക്കെ, അടുത്തത് SBI കാർഡ്സിന്റെ MD ആൻഡ് CEO. SBI കാർഡ്സിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സലീല പാണ്ഡെയാണ് SBI കാർഡ്സിന്റെ MD ആൻഡ് CEO ആയിട്ട് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തത്. 2025 ഏപ്രിൽ 1-നാണ്, ഈ മാസം 1-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ നിലവിലെ SBI കാർഡ്സിന്റെ MD ആൻഡ് CEO ആരാണ്? സലീല പാണ്ഡെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ. ഇന്ത്യൻ ബാങ്കുകളുടെ അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അദ്ദേഹം തന്നെയാണ് SBIയുടെയും ചെയർമാൻ. ഇവിടെയുണ്ട് SBIയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചല്ല ശ്രീനിവാസലു സെട്ടി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിലവിലെ SBIയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. അദ്ദേഹത്തെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു എന്നാണ് 2025 മാർച്ച് 28-ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ നിലവിലെ SBI ചെയർമാൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. SBIയുടെ നിലവിലെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടി, അദ്ദേഹം തന്നെയാണ് നിലവിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെയും ചെയർമാൻ. 2 ഫാക്റ്റുകളുണ്ട്. അടുത്തത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MD ആൻഡ് CEO ആരാണ്? രാഹുൽ ഭാവയാണ് കേട്ടോ നിയമിതനായത്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO ആയിട്ട് നിയമിതനായത് രാഹുൽ ഭാവയാണ്. 2025 മാർച്ച് 21-ന് നിയമിതനായി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. നിലവിലെ SBI ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് കമ്മീഷനുകൾ, പ്രധാനപ്പെട്ട കമ്മീഷനുകൾ അല്ലേ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. 2024 ഡിസംബർ 30-ന് ഔദ്യോഗികമായിട്ട് പദവി ഏറ്റെടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ 30-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ വന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പലതവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഴയ ആളുടെ പേര് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ലേ, 2 പേരിങ്ങനെ മനസ്സിൽ നിൽക്കേണ്ട. അപ്പോൾ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കമ്മീഷനുകളും അവയുടെ ചെയർമാൻ, അവയുടെ തലപ്പത്തിരിക്കുന്ന ആരാണെന്നും നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ കിഷോർ മഖ്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലേ, SC കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മഖ്വാന, അത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, മാറിപ്പോരുതേ, ഇത് പട്ടികജാതി, ഇത് പട്ടികവർഗ. ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലേ, ST. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ മാറിപ്പോരുത്, പട്ടികജാതി കമ്മീഷൻ കിഷോർ മഖ്വാന, പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. അടുത്തത് ദേശീയ പിന്നാക്കവർഗ കമ്മീഷൻ, ദേശീയ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നാക്കവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് ദേശീയ പിന്നാക്കവർഗ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. വിജയ് കിഷോർ രഹത്കർ. ഓക്കെ,
ആ വ്യത്യസ്തമായിട്ട് തോന്നുന്ന വാക്കൊക്കെ എന്താ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ചുകൂടെ പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വരും ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പോൾ വനിതാ കമ്മീഷൻ രഹത്കർ. ഓക്കെ, അടുത്തത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പ്രിയങ്ക് കനൂങ്ക. പ്രിയങ്ക് കനൂങ്കയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷനുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്നുകൂടെ എടുത്തു പറയുകയാണ്. നിങ്ങളിത് കൃത്യമായിട്ട് 2-3 തവണ വായിക്കുക. 2-3 തവണ വായിച്ച് ആ പേരുകൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് UPSCയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധനാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-നാണ് നിയമിതയായത്. 2024 ഓഗസ്റ്റ് 1-നാണ് UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന UPSCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് പ്രീതി സുധനാണ് 2024 ഓഗസ്റ്റ് 1-ന്. എങ്കിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ഫാക്റ്റും കൂടെ നോക്കാം. UPSCയുടെ നിലവിലെ ജോയിന്റ് സെക്രട്ടറി അനുജ് കുമാർ സിംഗ്. UPSCയുടെ നിലവിലെ ജോയിന്റ് സെക്രട്ടറി ആരാണ്? അനുജ് കുമാർ സിംഗ്. അപ്പോൾ UPSCയുടെ ചെയർപേഴ്സൺ പ്രീതി സുധൻ, UPSCയുടെ ജോയിന്റ് സെക്രട്ടറി അനുജ് കുമാർ സിംഗ്. അങ്ങനെയാണെങ്കിൽ ചെയർമാൻ ഓഫ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC അല്ലേ? നിങ്ങൾ PSCക്കും SSCക്കും UPSCക്കും ഒക്കെ പഠിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ SSCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? S ഗോപാലകൃഷ്ണനാണ് നിലവിലെ SSC ചെയർമാൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ ചെയർമാൻ S ഗോപാലകൃഷ്ണനാണ് കേട്ടോ. SSC ഗോപാലകൃഷ്ണൻ ആദ്യം തുടങ്ങുന്ന S-ലാണ്. SSC S ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ നിലവിലെ ചെയർമാൻ രാഹുൽ സിംഗ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പലതവണ പഠിച്ചൊരു പേരാണ് രാഹുൽ സിംഗ് എന്ന് പറയുന്നത്. ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ നിലവിലെ ചെയർമാൻ രാഹുൽ സിംഗ്. അടുത്തത് നമുക്ക് സ്പോർട്സിലേക്ക് പോവാം. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI. പലർക്കും സുപരിചിതമായ വാക്കാണ് BCCI എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ക്രിക്കറ്റൊക്കെ കാണുന്നവർ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCIയുടെ നിലവിലെ സെക്രട്ടറി ദേവ്ജിത്ത് സായ്കിയ 2025 ജനുവരി 12-നാണ് നിയമിതനായത് കേട്ടോ. അപ്പോൾ സെക്രട്ടറിയുടെ പേര് ആദ്യം പറഞ്ഞതിന് കാരണം അദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് നിയമിതനായത്, അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് 2025 ജനുവരി 12-ന്. അപ്പോൾ BCCIയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റത് ആരാണ്? ദേവ്ജിത്ത് സായ്കിയാണ്. അങ്ങനെയാണ് BCCIയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ട് BCCIയായിട്ട് ബന്ധപ്പെട്ട നിലവിലെ BCCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. മുൻ ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായ റോജർ ബിന്നിയാണ് BCCIയുടെ പ്രസിഡന്റ്. മറ്റൊരു പോയിന്റ്, BCCI മെൻസ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ. നമുക്ക് ഈ ക്രിക്കറ്റ് ടീമിലേക്ക് പ്ലെയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ടൊരു കമ്മിറ്റി ഉണ്ട് അല്ലേ, സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ നിലവിലെ മേധാവി ചെയർമാൻ ആരാണ്? അജിത് അഗാർക്കറാണ്. നമുക്കറിയാം അല്ലേ, മുൻ ക്രിക്കറ്റ് താരമാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ അജിത് അഗാർക്കറാണ് BCCIയുടെ മെൻസ് പുരുഷ ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, BCCIയുടെ മെൻസ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആരാണ്? അജിത് അഗാർക്കറാണ്. അപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിയിൽ എല്ലാവരും കൂടെ ചേർന്ന് ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചും എല്ലാവരും കൂടെ ചേർന്നാണ് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, പല പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ അജിത് അഗാർക്കറാണ്. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. കാരണം ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ പ്രസിഡന്റ് ആവുകയാണ്. അതാരാണ്? രാജ രൺധീർ സിംഗ്. അതാണ് ഈ പോയിന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്, ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് രാജ രൺധീർ സിംഗ് ആണ്. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. നമുക്കറിയാം, ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പലതവണ കേട്ടൊരു പേരാണ് വാർത്തകളിലൊക്കെ, PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ് കേട്ടോ, PT ഉഷയാണ്. അടുത്തത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ സുജാത ചതുർവേദി. നിലവിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? സുജാത ചതുർവേദിയാണ്. ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് തിർക്കിയാണ് ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്. നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മുമ്പത്തെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ദിലീപ് തിർക്കിയാണ് ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് നിലവിലെ. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മേഘ്ന അഹ്ലാവത്താണ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അടുത്ത അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFI അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഹു.
ബഹദൂർ സിംഗ് സാഗു ആണ് നിലവിലെ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പദവികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്താണ്? ശാസ്ത്ര സാങ്കേതിക മേഖല അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ്? ISRO ചെയർമാൻ, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ്. 2025 ജനുവരി 14 ഈ വർഷം ജനുവരി 14 അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റത്. അപ്പോൾ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ 11ാമത്തെ ചെയർമാനാണ്. അങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മറ്റ് ഈ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ മേധാവികൾ ആരൊക്കെയാണെന്ന് നോക്കാം. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR-ന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? നല്ലതമ്പി കലൈസെൽവി. ഒരു പ്രധാനപ്പെട്ട ഫാക്ട്, CSR-ന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് നല്ലതമ്പി കലൈസെൽവി കേട്ടോ. ഒരു സ്ത്രീയാണ് കേട്ടോ. നല്ലതമ്പി കലൈസെൽവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അദ്ദേഹമാണ് CSIR-ന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR-ന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് ഒരു പദവി ഏറ്റെടുക്കുക മാത്രമല്ല, ഒരു ചരിത്രം കൂടിയായിട്ട് മാറുകയാണ് അല്ലേ. CSR-ന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? നല്ലതമ്പി കലൈസെൽവി. അടുത്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് DRDO എന്ന് പറയുന്നത്. DRDOയുടെ നിലവിലെ മേധാവി ആരാണ്? സമീർ വി കമ്മത്താണ് DRDOയുടെ നിലവിലെ മേധാവി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ നിലവിലെ മേധാവി. DRDO ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, വിശദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്ലാസ് നമ്മൾ മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തവരൊക്കെ ആ ക്ലാസ് ഉറപ്പായിട്ടും കാണുക. അടുത്തത് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക് ബാർക്കിൻ്റെ മേധാവി വിവേക് ബാസിനാണ്. 14ാമത്തെ ഡയറക്ടറാണ് കേട്ടോ. ബാർക്കിൻ്റെ ഡയറക്ടർ ആരാണ്? വിവേക് ബാസിനാണ്. അടുത്തത് ഡയറക്ടർ ഓഫ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്, ഡയറക്ടർ ഓഫ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിൻ്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? CG കർഹത്കർ ആണ് നിലവിലെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിൻ്റെ ഡയറക്ടർ. ഇവിടെ നോക്കിയേ IGCAR ആണല്ലേ, ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്. IGCAR അല്ലേ. ഒരു കണക്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചാണ്. IGCAR ഉണ്ട്, CGCAR ഉണ്ട് അല്ലേ. CGCAR. ഓക്കെ, അപ്പോൾ ആ രണ്ട് കണക്ഷൻ നോക്കുക. അപ്പോൾ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്, IGCAR-ന്റെ നിലവിലെ ഡയറക്ടർ CG കർഹത്കർ. അടുത്തത് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ, ഇന്ത്യയുടെ ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ് ആണവോർജ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. മൊഹന്തിയാണ്. അടുത്തത് ഡയറക്ടർ ഓഫ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായരാണ്. VSSCയുടെ നിലവിലെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് അനുശാന്തൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ANRF-ന്റെ നിലവിലെ CEO ആരാണ്? ഡോക്ടർ ശിവകുമാർ കല്യാണരാമനാണ് നിലവിലെ അനുശാന്തൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ANRF-ന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO. ഓക്കെ, അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രധാനപ്പെട്ട പദവികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുക. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളതൊക്കെ DRDO, ബാർക്ക്, നമ്മൾ IGCAR പറഞ്ഞു, അറ്റോമിക് എനർജി കമ്മീഷൻ, ആണവോർജ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മറ്റൊരു പുതിയ നിയമനം, ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് GEM, ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് CEO ആയിട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? അജയ് ഭാദൂനെയാണ് നിലവിലെ ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസിൻ്റെ CEO ആയിട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചത്. 2025 മാർച്ച് 3 നിയമിതനായത്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡീഷണൽ സെക്രട്ടറി പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ
കൊമേഴ്സ് വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി പദവിയും അദ്ദേഹം വാണിജ്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി പദവിയും വഹിക്കുന്നുണ്ട്. ആര്? അജയ് ഭാഡു. അദ്ദേഹമാണ് ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസിൻ്റെ നിലവിലെ CEO. ഓക്കെ, അടുത്തത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCIയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹർഷവർദ്ധൻ അഗർവാളാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷവർദ്ധൻ അഗർവാളാണ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAIയുടെ 73ാമത് പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ചരൺജോത് സിംഗ് നന്ദയാണ് ICAIയുടെ 73ാമത് പ്രസിഡന്റായിട്ട് നിയമിതനായത്. ആരാണ്? ചരൺജോത് സിംഗ് നന്ദയാണ് ICAIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAIയുടെ 73ാമത് പ്രസിഡന്റായി നിയമിതനായത് ചരൺജോത് സിംഗ് നന്ദയാണ്. ഓക്കെ, അടുത്തത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPF നിങ്ങൾക്ക് അറിയാലോ അല്ലേ? CRPFിന്റെ നിലവിലെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ പുതിയ ചെയർമാൻ ആരാണ്? അശുതോഷ് അഗ്നിഹോത്രിയാണ് FCIയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ അശുതോഷ് അഗ്നിഹോത്രി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്താണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത് 2025 ഏപ്രിൽ 1 ഈ മാസം ഏപ്രിൽ 1 ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു. കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്താണ്. അങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ട മേഖലകളിലെ കേന്ദ്ര സർക്കാരിൻ്റെ മേഖലകളിലെ സെക്രട്ടറിമാരെ പറ്റി നോക്കാം. റിലേറ്റഡ് ഫാക്ട്സ് ആണ്. പ്രതിരോധ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ നിലവിലെ ഡിഫൻസ് സെക്രട്ടറി അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. കോൾ മന്ത്രാലയ സെക്രട്ടറി കോൾ മിനിസ്ട്രിയുടെ സെക്രട്ടറി ആരാണ്? വിക്രം ദേവ് ദത്താണ്. കോൾ മിനിസ്ട്രിയുടെ സെക്രട്ടറി ആരാണ്? വിക്രം ദേവ് ദത്താണ്. അടുത്തത് ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥനാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥനാണ്. ഓക്കെ, അടുത്തത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സെക്രട്ടറി MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലേ? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സെക്രട്ടറി ദീപ്തി ഗൗർ മുഖർജിയാണ് നിലവിലെ MCA സെക്രട്ടറി കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയം സെക്രട്ടറി. അടുത്തത് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. മറ്റൊരു പുതിയ ഫാക്റ്റ് ആണല്ലേ, ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? സുജാത സൗനിക്കാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് സുജാത സൗനിക്. അടുത്തത് വിദേശകാര്യ സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി അല്ലേ? വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ് നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ സെക്രട്ടറി ട്രായുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? അതുൽ കുമാർ ചൗധരിയാണ് നിലവിലെ ട്രായുടെ സെക്രട്ടറി. ട്രായ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നമ്മുടെ ടെലികോം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ ജഡ്ജിയുടെയോ IPS ഉദ്യോഗസ്ഥരുടെ പേരിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമല്ലോ, വാർണിംഗ് മെസ്സേജ് വരുമല്ലോ, അവയർനെസ് മെസ്സേജ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ വിടുന്ന ആരാണ്? ട്രായ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ട്രായുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? അതുൽ കുമാർ ചൗധരി. അടുത്തത് തപാൽ വകുപ്പ് സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നിലവിലെ സെക്രട്ടറി ആരാണ്? വന്ദിത കൗളാണ് നിലവിലെ
തപാൽ വകുപ്പ് സെക്രട്ടറി. ഓക്കെ, അപ്പോൾ ഈ സെക്രട്ടറിമാരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് വായിച്ച് പഠിക്കുക കേട്ടോ, നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മനൻകുമാർ മിശ്രയാണ് കേട്ടോ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുത്തത് ആരെയാണ്? മനൻകുമാർ മിശ്രയാണ്. അടുത്തത് നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് NMDC, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? അമിതാഭ മുഖർജി. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് MD ആരാണ്? MD ആൻഡ് ചെയർമാൻ ആരാണ്? അമിതാഭ മുഖർജിയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? വികാസ് കൗശലാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ MD ആൻഡ് ചെയർമാനായിട്ട് നിയമിതനായത് വികാസ് കൗശലാണ്. അടുത്തത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI, നാഷണൽ ഹൈവേസിൻ്റെ NHLA, നാഷണൽ ഹൈവേസിൻ്റെ അതോറിറ്റിയാണ്. നമുക്കറിയാം നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇമ്പോർട്ടൻ്റ് ആണ് സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് സന്തോഷ് കുമാർ യാദവ് ആണ്. അടുത്തത് ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതാണ് ഇന്ത്യയുടെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA. നമ്മൾ ആദ്യം പഠിച്ചത് CAG ആണ് കേട്ടോ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതിവിടെ എന്താണ്? CGA, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ CGA ആരാണ്? SS ദൂബെയാണ്. അദ്ദേഹം 2023 നിയമിതനായത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ നിലവിലെ CGA ആരാണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ്? SS ദൂബെയാണ്. ഓക്കെ, അടുത്തത് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനും CEOയും ആയി നിയമിതനായത് സതീഷ് കുമാറാണ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണ്? സതീഷ് കുമാർ. സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് CEO. അടുത്തത് ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് മനോജ് യാദവ് ആണ് ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തലവനായി നിയമിതനായത് ആലോക് രഞ്ജനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തലവനായിട്ട് നിയമിതനായത്. അടുത്തത് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദാണ് CBIയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത്. അടുത്തത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് അനുരാഗ് ഗാർഗാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. അടുത്തത് ലോക്പാലിന്റെ പുതിയ ചെയർമാൻ ആരാണ്? അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ലോക്പാലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ നിലവിലെ ചെയർമാൻ. ഓക്കെ, അടുത്തത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പദവികൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി നിയമിതനായത് ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. ഇന്ത്യയുടെ ആർമി ചീഫായിട്ട്, ആംഡ് ഫോഴ്സിന്റെ കരസേനയുടെ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. അങ്ങനെയാണ് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS, ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ്. എയർഫോഴ്സ് ചീഫ്, വ്യോമസേനയുടെ ചീഫ് തലവൻ ആരാണ്? അമർപ്രീത് സിംഗ്. നേവിയുടെ ചീഫ് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് നേവിയുടെ ചീഫ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 26ാമത്തെ ഡയറക്ടർ ജനറൽ പരമേശ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 26ാമത്തെ ഡയറക്ടർ ജനറൽ. അടുത്തത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO എന്ന പദവി, മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ DGMO എന്ന പദവി ഇപ്പോൾ വഹിക്കുന്നത് ആരാണ്? രാജീവ് ഗായാണ്. നിലവിലെ DGMO, ഇന്ത്യയുടെ DGMO ആരാണ്? രാജീവ് ഘായാണ് കേട്ടോ. ഓക്കെ, അടുത്തത് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലേ, NSG കമാൻഡോസ് അല്ലേ, നിങ്ങൾ കേൾക്കുന്നതാണ്.
നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ ജനറൽ നിയമിതനായത് ആരാണ്? ബി ശ്രീനിവാസനാണ്. ബി ശ്രീനിവാസനാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. 2024 ഓഗസ്റ്റ് 27 ചുമതലയേറ്റു. അങ്ങനെയാണ് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. BSFന്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരിയാണ്. ദൽജിത് സിംഗ് ചൗധരിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFന്റെ ഡയറക്ടർ ജനറൽ. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറൽ ധ്യാനേന്ദ്ര പ്രതാപ് സിംഗ്. നേരത്തെ ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, CRPFന്റെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ധ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. അടുത്തത് സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് SPG കമാൻഡോസ് എന്നും നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? SPG സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡയറക്ടർ ജനറൽ ആരാണ്? അലോക് ശർമ്മയാണ്. അലോക് ശർമ്മയാണ് സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡയറക്ടർ ജനറൽ. അലോക് ശർമ്മയാണ്. അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? രാജ്വിന്ദർ സിംഗ് ഭാട്ടിയാണ്. രാജ്വിന്ദർ സിംഗ് ഭാട്ടിയാണ് CISFന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ. അടുത്തത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF ദേശീയ ദുരന്ത നിവാരണ സേന അല്ലേ? NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? പീയൂഷ് ആനന്ദാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദാണ്. ഓക്കെ, അടുത്തത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് നിങ്ങൾക്കറിയാം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവിയായി നിയമിതനായത് രവി സിൻഹയാണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് രവി സിൻഹയാണ് കേട്ടോ. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പുതിയ ചെയർപേഴ്സൺ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പുതിയ ചെയർപേഴ്സൺ. അടുത്തത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO. നമ്മൾ ബ്രോ എന്ന് പറയാറുണ്ട് അല്ലേ? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യൻ അതിർത്തികളിൽ ബോർഡറും റോഡ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണല്ലേ BRO എന്ന് പറയുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിങ്ങൾ ലേ ലഡാക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാനായിട്ട് പറ്റും. അതികഠിനമായ ടെറൈൻസിലൂടെയൊക്കെ റോഡൊക്കെ നിർമ്മിക്കുന്നതൊക്കെ ബ്രോയാണ്. ഓക്കെ, അപ്പോൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 28ാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് രഘു ശ്രീനിവാസനാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 28ാമത് ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് രഘു ശ്രീനിവാസനാണ് കേട്ടോ. ഓക്കെ, അടുത്തത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യ വനിതാ ചെയർപേഴ്സൺ അല്ലേ? വീണ്ടും ഒരു പുതിയൊരു ചരിത്രം വരികയാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതയായത് രവനീത് കൗറാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായിട്ട് നിയമിതയായത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും മറ്റു അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതയായത് രവനീത് കൗറാണ്. അടുത്തത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചെറുകിട വ്യവസായ വികസന ബാങ്ക്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരാണ്? മനോജ് മിത്തലാണ് കേട്ടോ. CMD ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. എന്തിന്റെ? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് മനോജ് മിത്തലാണ്. അടുത്തത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറൽ അസിത് സാഹയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSIയുടെ പുതിയ ഡയറക്ടർ ജനറൽ. അടുത്തത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡിന്റെ പുതിയ MD ആൻഡ് CEO വിജയ് ചന്തോക്കാണ് NSDLന്റെ പുതിയ MD മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? വിജയ് ചന്തോക്കാണ്. അടുത്തത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് വിപിൻ കുമാറാണ്. AAI എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് വിപിൻ കുമാറാണ്. അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാനായി നിയമിതനായത് അനിൽകുമാർ ലാഹോത്തിയാണ് ട്രായുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. നമ്മൾ നേരത്തെ സെക്രട്ടറി പഠിച്ചു അല്ലേ? ട്രായുടെ സെക്രട്ടറി ആരാണ്? അതുൽ കുമാർ ചൗധരി.
ട്രായുടെ സെക്രട്ടറി അതുൽ കുമാർ ചൗധരി എന്ന് പഠിച്ചു. ട്രായുടെ ചെയർമാൻ ആരാണ്? അനിൽ കുമാർ ലഹോതി. രണ്ടും ഒരുപോലെ ഇരിക്കുന്നില്ലേ, നടുക്ക് മിഡിൽ നെയിമായിട്ട് കുമാർ ഉണ്ടല്ലേ, മറ്റേത് അതുൽ കുമാർ ചൗധരി, ഇത് അനിൽ കുമാർ ലഹോതി, മാറിപ്പോകരുത്. ട്രായുടെ ചെയർമാനായിട്ട് ഇപ്പോൾ നിയമിതനായത് ആരാണ്? അനിൽ കുമാർ ലഹോതിയാണ്. അതുൽ കുമാർ ചൗധരി എന്താണ്? ട്രായുടെ സെക്രട്ടറിയാണ്. ഓക്കെ, അടുത്തത് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിലെ ഡയറക്ടറായി നിയമിതനായത്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയിലെ ഡയറക്ടറായി നിയമിതനായത് സാഗർ സിംഗ് കൽസിയാണ്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത്. ഓക്കെ, അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. നിങ്ങൾക്കറിയാമല്ലേ നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? KV ഷാജി. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? KV ഷാജിയാണ് കേട്ടോ. അപ്പം നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? KV ഷാജി. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ഇമ്പോർട്ടൻ്റ് ആണ്, BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. അദ്ദേഹത്തിൻ്റെ കാലാവധി 1 വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട് കേട്ടോ, റീസെൻ്റായിട്ട് 1 വർഷത്തേക്ക് കൂടെ നീട്ടി. അപ്പോൾ നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം തന്നെയാണ്. ചീഫ് എക്കണോമിക് അഡ്വൈസർ, ഇന്ത്യയുടെ CEA, ചീഫ് എക്കണോമിക് അഡ്വൈസർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? V. അനന്ത നാഗേശ്വരനാണ് കേട്ടോ, ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മുഖ്യ നിയമ ഉപദേഷ്ടാവ് ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ, അതാരാണ്? R. വെങ്കട്ടരമണി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് CEA ആരാണ്? V. അനന്ത നാഗേശ്വരൻ. അടുത്തത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് ദാത്തയാണ് കേട്ടോ. NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് സദാനന്ദ് ദാത്തയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ CVC, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? AS രാജീവാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ പുതിയ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത് AS രാജീവാണ്. അടുത്തത് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? മൗഷുമി ചക്രവർത്തിയാണ്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ഡയറക്ടർ ജനറലായിട്ട് നിയമിതയായത് മൗഷുമി ചക്രവർത്തിയാണ്. അടുത്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, PIB. നിങ്ങൾക്കറിയാം അല്ലേ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ടല്ലേ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ PIB-യിലെ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ധീരേന്ദ്ര ഓജ. അപ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ഡയറക്ടർ ജനറലായിട്ട് നിയമിതയായത് മൗഷുമി ചക്രവർത്തിയാണ്, റീസെൻ്റ് ആയിട്ട് നിയമിതയായി. അപ്പോൾ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത്, മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. അതിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB-യുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ധീരേന്ദ്ര ഓജ ആണ് PIB-യുടെ ഡയറക്ടർ ജനറൽ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ചെയർമാൻ പരേഷ് റാവലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ചെയർമാൻ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ ആരാണ്? R. മാധവനാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ KN ശാന്ത് കുമാറാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTIയുടെ ചെയർമാൻ. അപ്പോൾ നമ്മൾ ഇതോടുകൂടി 2024 അതുപോലെ 2025 ഏപ്രിൽ വരെ നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഇപ്പോൾ നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ തലത്തിലെ നിയമനങ്ങളാണ് കേട്ടോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള വകുപ്പുകളിലെയും മറ്റ് പ്രധാനപ്പെട്ട ദേശീയ സ്ഥാപനങ്ങളിലെയും പ്രധാന പദവികളിൽ വന്ന നിയമനങ്ങൾ, ഇപ്പോൾ ഏതൊക്കെ വ്യക്തികളാണ് വന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിലേറ്റഡ് ഫാക്ട്സും പിന്നെ സമാനമായിട്ടുള്ള വകുപ്പുകളിൽ പ്രധാന പദവികളിൽ ആരൊക്കെയാണ് നിലവിലുള്ളത് എന്നും പഠിച്ചു. അപ്പോൾ അത്രയും പഠിക്കാൻ നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. PSC കേന്ദ്ര തലത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, പദവികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സംസ്ഥാന തലത്തിലെ പ്രധാന പദവികൾ, കേരളത്തിൽ നടന്ന പ്രധാന നിയമനങ്ങൾ, പ്രധാന പദവികളിലിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ഇതുപോലെ പഠിക്കാം.
അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഒരു 2-3 തവണ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടെങ്കിലും എന്താണ് കേൾക്കുക. അപ്പോൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് മനസ്സിൽ നിൽക്കുക, ആ ഒരു പേര് മനസ്സിൽ നിൽക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അതേപോലെ തന്നെ PDF എന്താണ് നിങ്ങൾ 2-3 തവണ വായിക്കുക. വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസിൽ ഈ പേരുകൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ച് പഠിക്കുക. ഇനി ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതല്ലാതെ തന്നെ മറ്റ് പദവികളും നിയമനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിനോടൊപ്പം നിങ്ങൾ ആഡ് ചെയ്യുക. മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ആണ്, അപ്പോൾ അതിനൊരു ലിമിറ്റൊന്നുമില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം കവർ ചെയ്യുക. അതും കൂടെ ആഡ് ചെയ്യുക. ഏതെങ്കിലും പ്രധാനപ്പെട്ട നിയമനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വീഡിയോ കാണുന്ന ക്ലാസ് കാണുന്ന മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്